പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. എന്റെ പേര് വേണു. അവിവാഹിതനാണ്. 25 വയസ്സുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ഞാൻ താമസിക്കുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു ചേട്ടനും. അച്ഛന് കൂലിപ്പണിയാണ്, അമ്മയ്ക്കാണെങ്കിൽ വീട്ടുജോലിയും. ഏട്ടൻ മാറി താമസിക്കുകയാണ്. എനിക്ക് ടൈൽസിന്റെ പണിയാണ്. പണി എന്നുമെന്നും കാണില്ല, എന്നാലും കുഴപ്പമില്ലാതെ ജീവിച്ചു പോന്നു. എന്റെ തൊട്ടടുത്ത വീട്ടിലാണ് സുഹറാത്ത താമസിക്കുന്നത്. 2-3 വർഷമേ ആയുള്ളൂ ഇത്ത ഞങ്ങളുടെ അയലത്തോട്ട് താമസത്തിനായി വന്നത്. ഇത്തയ്ക്ക് ഒരു 52 വയസ്സ് പ്രായം വരും. പക്ഷേ കണ്ടാൽ ഒരു 10-45 വയസ്സേ പറയുകയുള്ളൂ. കാണാൻ വലിയ സുന്ദരിയൊന്നുമല്ല കേട്ടോ. സാധാരണ ഉള്ളതുപോലെയുള്ള ബാക്കും അധികം വലിപ്പമൊന്നും ഇല്ലാത്ത മുന്നഴകും ഇരുനിറവുമൊക്കെയായിരുന്നു ഇത്തായിക്ക്. മുടിയാണെങ്കിൽ അങ്ങിങ്ങായി നരച്ചിട്ടുണ്ട്. ഇത്തായിക്ക് 28 വയസ്സുള്ള ഒരു മോളും 26 വയസ്സുള്ള ഒരു മകനുമുണ്ട്. ഇത്തായുടെ കെട്ടിയോന് ഫ്രൂട്ട്സ് കച്ചവടമാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ദിവസവും അദ്ദേഹം കടയടച്ച് വെച്ച് വരുമ്പോൾ ശകലം മിനുങ്ങിക്കൊണ്ടാണ് വരുന്നത്. ഇത്തായുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു മൈതാനമുണ്ട്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി പണിയില്ലാത്ത ദിവസം ഫുട്ബോൾ കളിക്കുന്ന പതിവുണ്ട്. കളിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാനൊക്കെ ഞങ്ങൾ ഇത്തായുടെ വീട്ടിലാണ് പോകുന്നത്. അപ്പോഴേ ഇത്തായെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇത്തായുടെ മകൻ മീൻ ലോറി ഡ്രൈവറാണ്. അതുകൊണ്ട് മിക്ക ദിവസവും അവിടെ കാണത്തില്ല, ഓട്ടത്തിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇത്ത ഒറ്റയ്ക്കേ വീട്ടിൽ കാണും. ഞാൻ ഇത്തയോട് കുറെ സംസാരിക്കും. അങ്ങനെ ഇത്തയോട് ഭയങ്കര കമ്പനിയായി. എന്നാൽ സംസാരത്തിനിടയ്ക്ക് വേറെ രീതിയിലൊന്നും ഞങ്ങൾ സംസാരിക്കില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം എനിക്കാണെങ്കിൽ പണിയില്ല. ഞാൻ പതുക്കെ ജംഗ്ഷനിൽ ചെന്ന് ബസ് സ്റ്റോപ്പിൽ വെറുതെ വായി നോക്കിയിരിക്കുന്ന സമയം. അപ്പോഴാണ് ഇത്ത ബസ് സ്റ്റോപ്പിലേക്ക് വന്നത്. ഞാൻ ചോദിച്ചു, എവിടെ പോകുന്നു ഇത്ത? അപ്പോൾ ഇത്ത പറഞ്ഞു, ഞങ്ങൾ മുൻപ് താമസിച്ചിരുന്ന സ്ഥലം വരെ പോവുകയാണ്. അവിടെ തേങ്ങ ഇടാൻ ആള് വന്നു. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വേണം അതൊക്കെ പറക്കി കൂട്ടാൻ. ഇത്ത ഇതിനു മുൻപ് താമസിച്ചിരുന്നത് ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ദൂരം കാണും. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഞാൻ ഇത്തായോട് പറഞ്ഞു, ഇത്ത, ഞാൻ ടൗൺ വരെ പോകുന്നുണ്ട്. ഇത്ത എന്റെ ബൈക്കിന്റെ പുറകിൽ കയറിക്കൂ, ഞാൻ അവിടെ ഇറക്കാം. ഓ വേണ്ട മോനെ, ഞാൻ ബസ്സിന് പൊയ്ക്കോളാമടാ. ബസ്സിനാവുമ്പോ നേരെ അവിടെ ഇറങ്ങാമല്ലോ. മോൻ പൊയ്ക്കോ, ഇത്ത എന്നോട് പറഞ്ഞു. അതിനിത്ത പേടിക്കണ്ട, ഞാൻ ഇത്തായെ അവിടെ തന്നെ കൊണ്ടുവിടാം. ഇത്താ ബാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്ന് കയറ്. ഇത്ത ഒന്ന് മൂളിക്കൊണ്ട് എന്റെ ബൈക്കിന്റെ പുറകിൽ കയറി. ഇത്തായ്ക്ക് ബൈക്കിൽ കയറി വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് പേടിച്ചാണ് ഇത്ത ബൈക്കിലിരുന്നത്. പേടിക്കണ്ട ഇത്ത, എന്റെ തോളിൽ മുറുകെ പിടിച്ചു, ഞാൻ പറഞ്ഞു. അങ്ങനെ ബൈക്ക് മുന്നോട്ട് പോയി. ഇത്ത പേടിച്ചൊന്നും മിണ്ടാതിരിക്കുവാണ്. എന്താ ഇത്ത ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ മോനെ. എന്താ ഇത്തേക്ക് പേടിയാണോ ഇങ്ങനെ ഇരിക്കാൻ? ഞാൻ ചോദിച്ചു. പിന്നെ ചെറുതായിട്ട് പേടിയുണ്ട്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ലല്ലോ ബൈക്കിൽ കയറി. എന്നാൽ ഇത്ത ഒരു കാര്യം ചെയ്, ഞാൻ ബൈക്ക് നിർത്തിത്തരാം. ഇത്ത 2 സൈഡിലോട്ടും കാലിട്ടിരി. പോടാ അവിടുന്ന്, സാരി എടുത്തോണ്ട് എങ്ങനാടാ 2 സൈഡിലോട്ടും കാലിട്ടിരിക്കുന്നത്? ഇത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ അത് ഞാൻ ഓർത്തില്ല. ഇത്ത ചുരിദാർ ഒന്നും ഇടത്തില്ലേ? അതൊക്കെ ഇട്ടുകൂടെ ഇത്തായിക്ക്? എന്തിനാ ഈ സാരിയൊക്കെ? ഞാൻ ചോദിച്ചു. പിന്നെ ഈ വയസ്സാം കാലത്ത് ഞാൻ ഇനി ആരെ കാണിക്കാനാടാ ചുരിദാറൊക്കെ വലിച്ചു കയറ്റിയിടുന്നത്? അതിന് ഇത്തായിക്ക് അത്രയൊന്നും പ്രായമായില്ലല്ലോ. ഏറിയാൽ ഒരു 42 വയസ്സ് വരും. ഇതാണോ വയസ്സ് എന്നത്? ഞാൻ ചോദിച്ചു. അപ്പോൾ ഇത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കോ 42 വയസ്സോ? എടാ ചെറുക്കാ, എനിക്കിപ്പോ 52 വയസ്സ് കഴിഞ്ഞു. മക്കളും കൊച്ചുമക്കളും ഒക്കെയായി. നീ എന്തുവായി പറയുന്നത്? പോയിത്ത അവിടുന്ന്. 52 വയസ്സോ? വെറുതെ കള്ളം പറയല്ലേ ഇത്ത? ഞാൻ പറഞ്ഞു. ആന്നടാ, ഞാനെന്തിനാ കള്ളം പറയുന്നത്? ഈ കഴിഞ്ഞ ജനുവരി 16-ാം തീയതി എനിക്ക് 52 വയസ്സ് തികഞ്ഞു. അറിയാവോ നിനക്ക്? പക്ഷെ ഇത്തായെ കണ്ടാൽ അത്രയൊന്നും പറയില്ല. നിങ്ങൾക്ക് പ്രായം തോന്നിക്കത്തേയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴും കണ്ടാൽ ചെറുപ്പം തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബൈക്കിന്റെ കണ്ണാടിയിൽ കൂടി ഇത്തായെ ഒന്ന് ഏറുകണ്ണിട്ട് നോക്കി. ഇത്തയുടെ മുഖത്ത് നാണം കൊണ്ടുള്ള ഒരു ചിരി എനിക്ക് കാണാമായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്തായ്ക്ക് നല്ലപോലെ സൂചിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും സ്ത്രീകളുടെ ഒരു മനഃശാസ്ത്രമാണല്ലോ. പ്രായം കുറച്ചു പറഞ്ഞാൽ ഏത് സ്ത്രീക്കായാലും അവർക്ക് സൂഹിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത്ത പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തി. അവിടെ അടുത്തെങ്ങും വീടൊന്നുമില്ലായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോണം. അവിടെയാണ് സ്ഥലം.
അവിടെ വലിയൊരു തെങ്ങുംതോപ്പ്, ആ വസ്തുവിന്റെ മൂലയ്ക്ക് ഒരു ഷെഡും കണ്ടു. ഇതുപോലെ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ നിന്നും പോരാനേ തോന്നിയില്ല. ചിലപ്പോൾ ബൈ ചാൻസിൽ ഇത്തായി എന്തെങ്കിലും നടന്നാലോ. ഇത്ത ബൈക്കിൽ നിന്നും പതിയെ ഇറങ്ങി. എന്നാൽ നീ പൊയ്ക്കോടാ, ഇത്ത പറഞ്ഞു. ഇല്ലിത്ത, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. നല്ല അടിപൊളി സ്ഥലം, നല്ല രസമുണ്ട്. ടൗണിൽ കുറച്ച് കഴിഞ്ഞു പോകാം. ഇവിടെ ആവുമ്പം ഇത്തായുടെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ, ഞാൻ പറഞ്ഞു. ശരി ശരി, ഞാനും ഇവിടെ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും തേങ്ങ പറക്കി ഇടാമല്ലോ. നീ ഇവിടെ നില്ല്, ഞാൻ പോയി ഡ്രസ്സൊന്ന് മാറിയിച്ചു വരാം. ഇല്ലെങ്കിൽ പിന്നെ ഇത് മുഴുവൻ അഴുക്കാവൂ. ശരി ഇത്ത, ഞാൻ മൂളി. ഞാൻ അവിടൊക്കെ നോക്കി നടന്നു. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല കാറ്റും. ഇത്ത ഷെഡിൽ പോയി ഡ്രസ്സ് മാറി വന്നു. ഒരു നൈറ്റി ആയിരുന്നു ഇത്തയുടെ വേഷം. അങ്ങനെ ഞാനും ഇത്തയുടെ കൂടെ തേങ്ങ പറക്കി കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇത്ത തേങ്ങ ഒരു സൈഡിൽ പറക്കി കൂട്ടി. ഇതിനിടയിൽ ഇത്ത കുനിഞ്ഞ് തേങ്ങ പറക്കുമ്പോൾ എനിക്കെല്ലാം കാണാമായിരുന്നു. ഇത് ഇത്ത കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തേങ്ങ എല്ലാം പറക്കി കൂട്ടിക്കഴിഞ്ഞ് ഇത്ത എന്നോട് പറഞ്ഞു, പറമ്പിന്റെ അങ്ങേയറ്റത്തൊരു തോടുണ്ട്, അവിടെ പോയി കയ്യും കാലും കഴുകിച്ചു വരാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തോട്ടിലേക്ക് പോയി. ഇത്ത കയ്യും കാലും കഴുകാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഞാൻ ചോദിച്ചു, ഇത്ത കുളിക്കുന്നില്ലേ? ടൗണിൽ പോകേണ്ടതാ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഇപ്പോൾ തന്നെ ഇത്ത ആകെ വിയർത്തിരിക്കുകയാണ്. അതിനിവിടെ ബാത്റൂം ഒന്നും ഇല്ലല്ലോടാ, ഇത്ത പറഞ്ഞു. കൊള്ളാം, ഇത്രയും വിശാലമായ ഈ തോട് കിടക്കുമ്പോഴോ ഈ തോട്ടിൽ നിന്ന് കുളിച്ചൂടെ? ഇവിടെ ആണെങ്കിൽ മാനും ഇല്ല മനുഷ്യനും ഇല്ല, ഞാൻ പറഞ്ഞു. എന്നാൽ നീ ഒരു കാര്യം ചെയ്, നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. ഇത്തായുടെ പറച്ചിൽ കേട്ട് ഞാൻ പറഞ്ഞു, എനിക്കും കുളിക്കണം. ഞാൻ കുളിച്ചിട്ട് പിന്നെ നീ ഒന്ന് കുളിച്ചോ, ഇത്ത പറഞ്ഞു. ഇത്ത, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, ആര് കാണാനാ, ഞാൻ ചോദിച്ചു. ഓടാവിടുന്ന് അഹങ്കാരി, ഇത്ത ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത്. ഒരു കാര്യം ചെയ്, ഞാൻ പറഞ്ഞു. ഞാൻ കണ്ണുകൾ അടച്ച് നിന്ന് കുളിച്ചോളാം, ഇത്ത ഇവിടെ നിന്ന് കുളിച്ചു. ഇത്ത ഒന്ന് മൂടി. ഞാൻ തിരിഞ്ഞു നിന്ന് ഡ്രസ്സ് അഴിച്ചു. ഞാൻ നോക്കുമ്പോൾ ഇത്ത ഇട്ടിരിക്കുന്ന ഡ്രസ്സോടെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. അത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഇത്ത വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ? വേറെ ഇല്ല, നേരത്തെ ഉടുത്ത സാരി മാത്രമേ ഉള്ളൂ, ഇത്ത പറഞ്ഞു. പിന്നെന്തിനാ ഇത്ത ഇതൊക്കെ ഇട്ടുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്? അത് കരയ്ക്ക് അഴിച്ചു വെച്ചിട്ട് ഇറങ്ങിക്കൂടായോ? ഓടാ അവിടുന്ന്, നിന്റെ മുൻപിൽ ഞാൻ തുണിയില്ലാതെ നിൽക്കണോ? എനിക്ക് പറ്റത്തില്ല മോനെ, ഇപ്പോൾ തന്നെ നാണം വരുന്നു എനിക്ക്. ഒന്ന് പോയേത്താ, ഇവിടങ്ങും വേറെ ആരുമില്ല. ഞാനൊന്ന് കണ്ടെന്ന് വെച്ച് എന്താ കുഴപ്പം? ഇത്ത ധൈര്യത്തോടെ അഴിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത്ത തുണി അഴിക്കില്ലെന്ന്. പക്ഷെ എന്റെ കണ്ണുകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇത്ത ഓരോന്നായി അഴിച്ചു. ഈ സമയം ഞാനും എന്റേതെല്ലാം അഴിച്ചു. ഞാൻ ആഗ്രഹിച്ചത് എന്റെ കൺമുന്നിൽ. ഹോ, എന്തുവാ ഇത്? എനിക്ക് ആകെ വിറച്ചു കയറി. ഇത്ത എന്നെ ഒന്ന് നോക്കി വശ്യമായെന്ന് ചിരിച്ചു. ഇത്തായെ അങ്ങനെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത്ത വീണ്ടും എന്നെ വശ്യതയോടെ ഒന്ന് നോക്കി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഇത്തയുടെ അടുത്തേക്ക് ഞാൻ പതുക്കെ നടന്നു ചെന്നു. ഇത്തായെ ചേർത്തൊരു പിടി. ഇത്ത ആദ്യമൊക്കെ ചെറുതായിട്ട് എതിർക്കാൻ നോക്കിയെങ്കിലും ഞാൻ വിട്ടില്ല. അവസാനം ഇത്ത എനിക്ക് വഴങ്ങി. ഇത്ത നല്ലവണ്ണം സഹകരിച്ചു. ആരെയും ഭയക്കാതെ ഞങ്ങൾ സ്വർഗത്തിൽ നീന്തി തുടിച്ചു.